നിലമ്പൂരിൽ പോളിംഗ് ആണ്. PV അൻവർ ഇന്നത്തോണ്ട് തീരുമാനമാകും അല്ലേ? PV അൻവറിന്റെ കാര്യത്തിൽ ഏകദേശം തന്നെ തീരുമാനമാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇന്നെന്നല്ല, ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് PV അൻവറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഏകദേശം ഒരു 8 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. എന്താണ് നിലമ്പൂർ പോലൊരു മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാം പിണറായി സർക്കാരിന്റെയും ഒന്നാം പിണറായി സർക്കാരിന്റെയും ചാവേറായിരുന്നു PV അൻവർ. നമ്മൾ കണ്ടിട്ടുണ്ട് നിയമസഭയിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പിണറായി അവകാശപ്പെടുന്നത് കടന്നൽ. യെസ്, അതന്നെ. സൈബർ സഖാക്കളുടെ ഇടയിൽ കടന്നൽ എന്നും ഞാനൊരു കാട്ടുതീയാവാൻ മാത്രമുള്ളവനാണ് എന്നും അവകാശപ്പെട്ട് നടന്നിരുന്ന PV അൻവർ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. VD സതീശനെതിരെ 150 കോടി മഞ്ഞക്കുറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ട് അറിയില്ലേ, കർണാടകയുടെ പൈസ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ PV അൻവറിന്റെ രാഷ്ട്രീയ നാടകങ്ങളായിരുന്നു ഇതെല്ലാം എന്ന് PV അൻവർ തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്ന് സമ്മതിച്ചത്. എന്നെ കൊണ്ട് പലരും ചെയ്യിച്ചതാണ് എന്നുള്ളത്. ഈ PV അൻവർ ഇത്രയും മണ്ടനാണോ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത്. ഏതൊരു രാഷ്ട്രീയ നേതാവായാലും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായാലും അവർക്ക് സ്വയം ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ലേ? അല്ല, ഈ PV അൻവർ മണ്ടനാണെന്ന് ചോദിച്ചില്ലേ? പുള്ളി മണ്ടനൊന്നുമല്ല, പുള്ളി വലിയ ബുദ്ധിമാനാണ്. പുള്ളി മുമ്പ് ഒരു പ്രസ്താവന നടത്തി ഓർക്കുന്നുണ്ട്. ഇവിടെ വരുന്ന വെള്ളം മുഴുവൻ ആവിയായിട്ട് ജപ്പാനിൽ പോയാണ് പെയ്യുന്നത്. ഓർക്കുന്നില്ലേ? PV അൻവറിന്റെ നമ്മളന്ന് പുള്ളി ബുദ്ധിപരമായിട്ട് പറഞ്ഞു, വളരെ ബുദ്ധിപരമായിട്ട് സംസാരിച്ചിട്ടുള്ള, കളിയാക്കിയതല്ല. നമ്മളങ്ങനെ PV അൻവറിനെ കളിയാക്കുമോ? PV അൻവറിനെ കളിയാക്കാൻ പറ്റുന്നത് അങ്ങനെയൊന്നുമല്ല. PV അൻവർ അന്ന് പുള്ളിയുടെ പ്രശ്നം എന്താണെന്നറിയാം? പുള്ളി ഈ സൈബർ ഇടത്തിൽ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പം മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാം? ഞാൻ പറഞ്ഞുതരാം. PV അൻവറിനെ സൈബർ ഇടങ്ങളിൽ ആക്റ്റീവ് ആക്കിയത് PV അൻവർ അല്ല. അതെ, അതിന് നല്ല പണിയറിയാവുന്ന PR പിള്ളേര് പുറത്തിരുന്നിട്ട് PV അൻവറിന്റെ പേജ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടാണ് PV അൻവറിന് ഇത്രയും സൈബർ ഇടങ്ങളിൽ സ്വീകാര്യത കിട്ടിയത്. ഇപ്പൊ പുള്ളിയുടെ കാശില്ലെന്നല്ല പറയുന്നത്, അപ്പൊ PR ടീം ഇല്ല. അല്ല, അന്ന് CPM കൃത്യമായിട്ട് സോഷ്യൽ മീഡിയകളിൽ എത്തരത്തിൽ ഇടപെടണം എന്നതിന്റെ കൃത്യമായിട്ട് ധാരണയുള്ള ഒരു പാർട്ടിയാണ് CPM. LDF എന്ന് പറയേണ്ട, CPM എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മന്ത്രിമാരുടെ ആയാലും MLA എല്ലാവരുടെയും പറയേണ്ട, അതായത് പ്രധാനപ്പെട്ട കുറച്ച് MLA-മാരുടെയൊക്കെ സൈബർ കാര്യങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് CPM തന്നെ നേരിട്ട് ആളുകളെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ PV അൻവറിനും 2 പേരെ കൊടുത്തിരുന്നു. അവരാണ് കൃത്യമായിട്ട് PV അൻവറിന്റെ പേജ് കൈകാര്യം ചെയ്ത് മറുനാടിനെതിരെയുള്ള യുദ്ധമൊക്കെ കൃത്യമായിട്ട് അവര് ഡാറ്റാസ് വെച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള വീഡിയോ. കുറക്കാലം ജീവിച്ച അൻവർ വഴിയാണെന്ന് തോന്നുന്നു. അത് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അവർ പഴയ ഡാറ്റകളെല്ലാം വെച്ച് തെളിവുകൾ സഹിതമായിരുന്നു അന്ന് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞത്. PV അൻവർ എന്ന് പിണറായി വിജയനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും തിരിഞ്ഞോ, PV അൻവർ അതായത് ഇടതുപക്ഷ ചായവുള്ള രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങിയോ, അന്ന് അവർ PV അൻവറിനെ ഒഴിവാക്കി. അതിനുശേഷം എന്താണ് PV അൻവറിന് സോഷ്യൽ മീഡിയയിലുള്ള സ്വീകാര്യത എന്ന് നമ്മൾ കണ്ടതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, PV അൻവർ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്ന് പറയാനുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, PV അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലാണ് അതിൽ ഇടപെടലുകൾ നടത്തിയത് എന്ന് നമുക്കറിയാം. PV അൻവറിന് ഒരു നിലപാട് എന്ന് പറഞ്ഞ സാധനം ഇല്ല. PV അൻവർ ഇടതുപക്ഷത്തോട് ഇടഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ PV അൻവർ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ആ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ PV അൻവർ ശ്രമിച്ചില്ല. പകരം PV അൻവർ എന്ത് ചെയ്തു? മറ്റേ K. സുധാകരൻ്റെ VD സതീശൻ്റെ വീടിൻ്റെ വാതിൽക്ക് പോയി നിന്നിട്ട് ഗേറ്റിന് കാവൽ നിന്ന് ഇങ്ങനെ എന്നെ ഒന്നാവത്തേക്ക് കയറ്റുമോ ഇത്രയും അതപ്പതിച്ചു പോയി PV അൻവർ. അതായത് അതിന്റെ കാരണം വ്യക്തമാണ്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഒരു കെമിസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാതെ ക്ലച്ച് പിടിക്കില്ല, ഒറ്റയ്ക്കൊരു പാർട്ടിയായിട്ട് നിന്നാൽ രക്ഷപ്പെടില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ CPM-ലോട്ടോ അല്ലെങ്കിൽ LDF-ലോട്ടോ ചെല്ലാൻ പറ്റില്ല. അവർ നല്ല മുട്ടം വടിയെടുത്ത് അടിയും കൊടുത്ത് വിടും. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് UDF ആണ്. പക്ഷേ UDF-ന്റെ നേരത്തെ തന്നെ, അതായത് ഇങ്ങോട്ട് ഈ കളം മാറുന്നതിന് മുമ്പേ അവരെ പരമാവധി വെറുപ്പിച്ചു. പിന്നെ എങ്ങനെയാണ് അവരതിനെ ഉൾക്കൊള്ളുക? ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് നിന്ന് നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച ഒരാളുണ്ടായിരുന്നു ഈ നാട്ടിൽ. ആരാന്നറിയോ? PC ജോർജ്. ഞാൻ പറഞ്ഞുതരാം. അല്ല, PC ജോർജിന്റെ വായിലെന്നാകൊണ്ടാണ് ഇപ്പോൾ ഇല്ലാണ്ടായിപ്പോയത്. PC ജോർജ് 2 മുന്നണികളെയും വെല്ലുവിളിച്ച് അവിടെ പൂഞ്ഞാറിൽ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് 25,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്നു. ഈ കേരളത്തിൽ അതും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ PC ജോർജിന്റെ വായിലെ നാവുകൊണ്ടാണ് പിന്നീട് PC ജോർജ് എന്ന ആളെ രാഷ്ട്രീയത്തിലെ അപ്രസക്തനായി പോയത്. ജനപക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. മിസ് കോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോയി. പക്ഷെ ഞാൻ പറഞ്ഞത് PV അൻവറിന്റെ രാഷ്ട്രീയം അവസാനിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, PV അൻവർ ഇവിടെ ഓരോ സമയത്തും നിലമ്പൂരിൽ വികസനം നടത്തി
ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചു, ഇതൊക്കെ ചെയ്ത സമയത്ത് പി വി അൻവറിന്റെ ശക്തി പ്രകടനം നടത്താറുണ്ടായിരുന്നു പി വി അൻവർ നിലമ്പൂർ. ഈ ശക്തി പ്രകടനം നടത്തിയ സമയത്ത് പി വി അൻവർ വിചാരിച്ചു ഇത് മുഴുവൻ എന്നോടുള്ള താല്പര്യം കൊണ്ടുവരുന്ന ആളുകളാണെന്നുള്ളത്. ആ ധൈര്യത്തിൽ ഇപ്പോഴത്തെ റേറ്റ് 500 രൂപയും ബിരിയാണിയാണോ 1000 രൂപയും ബിരിയാണിയാണോ? ഇപ്പൊ 1000 ആക്കിയിട്ടുണ്ടാവും, തെരഞ്ഞെടുപ്പല്ലേ. അപ്പോ എന്നിട്ട് അതായത് 1000 ബിരിയാണി എന്ന് പറഞ്ഞാൽ മാത്രമല്ല, സിനിമ ഷൂട്ടിങ്ങിന് വന്നാന്ന് പറഞ്ഞ ആ വീഡിയോ നമ്മൾ കണ്ടു. അങ്ങനെയുള്ള ആളുകളാണ് തമിഴ് പറയുന്ന ആൾക്കാർ. DMK പ്രതിനിധികളാണ്. നീ വെറുതെ കള്ളം പറയാൻ DMKയുടെ പാർട്ടിയിൽ പോകാൻ നോക്കിയ സമയത്ത് അവിടുന്ന് വന്ന് എന്റെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കാരെന്നാണ് അൻവറിന്റെ കൂട്ടാളികളും പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കള്ളം പറയരുത്. സോ അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കണ്ടോ? 500 1000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൂലി പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവർ അത് ഒഴിവാക്കിയിട്ട് എന്റെ കൂടെ വരുമ്പോൾ അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കണ്ടേ? നീ എന്താ അങ്ങനെ പറയണേ? അല്ല, പിന്നെ ഇപ്പൊ ഈ പരിപാടി പിന്നെ അൻവറിന് മാത്രം മറ്റെല്ലാവർക്കും ഉള്ളതുകൊണ്ട് അൻവറിനെ കുറ്റം പറയാനൊക്കില്ല. അപ്പോൾ അൻവർ അങ്ങനെ ഒരു ധാരണ അൻവറിനുണ്ടായിരുന്നു. അതായത് ഈ വരുന്ന ആളുകൾ മുഴുവൻ എന്നെ കണ്ടിട്ട് എൻ്റെ കൂടെ വരുന്ന ഒരാളുകളാണ് എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ആ ധാരണയൊക്കെ തെറ്റി CPM-ഓട് ഇടഞ്ഞു നിന്നിട്ട് ഒരു ശക്തി പ്രകടനം നടത്താൻ നോക്കിയപ്പോൾ ആളില്ല. പാലക്കാട് മത്സരിക്കാൻ വന്നു. ആദ്യം നോമിനേഷൻ കൊടുപ്പിച്ചു, പിന്നീട് പിൻവലിച്ചു. അത് പിന്നീട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ രഹസ്യമായി കണ്ട് സംസാരിച്ചിട്ട് എന്തിനാ വേണം നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ല, അതിനിടയിൽ വേറെ ചില സംഗതികളുണ്ടായിട്ടോ. പുള്ളി നൈസായിട്ട് INL-ന്റെ കുറച്ച് ആൾക്കാരെ അടർത്തിയെടുത്തു. അതെ. പിന്നെ സജീവ് മഞ്ഞക്കടം കേരള കോൺഗ്രസ്സുകാരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താവും ദൈവമേ? തിരിച്ചു പോകാനും പറ്റില്ല. മഞ്ഞക്കടമ്പിന് ഏകദേശം അത് വിട്ടമട്ട, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊക്കെ DMK-യിൽ ചേരാൻ വേണ്ടി ഒരു നീക്കം നടത്തി. DMK-യിൽ ചേരാൻ നടത്തിയ നീക്കം അവിടെ ചെന്നു. അപ്പോൾ സ്റ്റാലിന് കാര്യം പിടിയിട്ടില്ല ആദ്യഘട്ടത്തിൽ. ഇത് പിണറായിനെയും CPM-നെയും ചീത്ത വിളിച്ചിട്ട് വരുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷെ ആദ്യം ഒരു സ്വീകരണമൊക്കെ കൊടുത്തു. ഇങ്ങോട്ട് വന്നപ്പം നേരെ പിണറായിനെ വിളിച്ച് ചോദിച്ചു ഈ അൻവറിന്റെ നിലപാടെന്താ? ഇപ്പം അൻവർ എന്നെ കാണാൻ വന്നിരുന്നു ചോദിച്ചു. പറഞ്ഞു മാറ്റാൻ അവനെ അടുപ്പിക്കരുതെന്ന് പറഞ്ഞ് പിണറായി അപ്പം തന്നെ സ്റ്റാലിനോട് പ്രസ്ഥാനം നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഇടഞ്ഞു നിൽക്കുന്നവനെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല, DMK-ഇല്ല. അപ്പൊ അതും പോയി. എന്നാൽ പിന്നെ ഇരിക്കട്ടെ, സ്വന്തമായിട്ടൊരു DMK. ഞാൻ ആ ഒരു DMK എന്ന് പറഞ്ഞ ഇവിടെ പാർട്ടി ആദ്യം തുടങ്ങി. രജിസ്ട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പാർട്ടി തുടങ്ങി, മെമ്പർഷിപ്പും അത് പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പാലക്കാട് ഇലക്ഷൻ വന്നപ്പോൾ മത്സരിക്കുന്നു. മറ്റേ സ്ഥാനാർത്ഥിയെ നിർത്തി. സ്ഥാനാർത്ഥി നിർത്തി. വേറെ സ്ഥലം പാലക്കാടല്ല, ചേലക്കര അല്ല, പാലക്കാട് സ്ഥാനാർത്ഥി നിർത്തി. പാലക്കാട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. അവിടെയാണ് ആദ്യത്തെ ശക്തി പ്രകടനം വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ മറ്റേ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒരു ശക്തി പ്രകടനം എല്ലാം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയായപ്പം തലയിൽ മുണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയാണല്ലോ ഈ സഞ്ചാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി PV അൻവറിനെ കണ്ടിട്ട് പറഞ്ഞു ഉപദ്രവിക്കരുത്, വയറ്റിപ്പഴപ്പാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം, നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിറ്റേ ദിവസം പത്രസമ്മേളനം വെക്കുന്നു. ഞങ്ങളിവിടെ CPM-നെ പരാജയപ്പെടുത്താൻ, LDF-നെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു, പകരം UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം. അത് സാധ്യതയുണ്ട്. കാര്യം പാലക്കാട് എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ്. BJP-ക്ക് നല്ല വോട്ടുള്ള സ്ഥലമാണ്. അപ്പൊ പിന്നെ അൻവർ മാറേണ്ടത് മാങ്കൂട്ടത്തിന്റെ ആവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ഇപ്പുറത്തേക്ക് വരും, ചേലക്കരയ്ക്ക് വരുന്നു. ചേലക്കരയിൽ മത്സരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ സജീവ് മഞ്ഞക്കടമ്പനും ടീമെല്ലാം കൂടെ അവിടെ ചെന്നിട്ട് അൻവറിനെ മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നു. അപ്പൊ അൻവർ എന്ത് ചെയ്തു? അൻവർ പറഞ്ഞു എന്റെ കയ്യിൽ 10 പൈസ ഇല്ല, നയാ പൈസ ഇല്ല, മത്സരിക്കണം എന്ന് ആഗ്രഹം. ഈ ആഫ്രിക്കയിലെ സ്വർണ്ണഖനിയൊക്കെ പൂട്ടി? അല്ല, സ്വർണ്ണഖനി പൂട്ടിയില്ല എന്ന് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ? പറഞ്ഞുതരാം. എന്നിട്ട് എൻ്റെ ഒരു നയാ പൈസ ഇല്ല, എനിക്ക് മത്സരിക്കാൻ പൈസയില്ല, ആരെങ്കിലും സഹായിക്കണം. അൻവറിന്റെ ബുദ്ധി അവിടെ വന്നു, ആരെങ്കിലും സ്പോൺസർ ചെയ്യണം. ആരെങ്കിലും സ്പോൺസർ ചെയ്യാലോ, ആ ബുദ്ധിയാണ് അൻവർ അവിടെ പ്രയോഗിച്ചത്. പക്ഷെ അത് എന്നിട്ട് എന്ത് പറഞ്ഞു? എനിക്ക് മത്സരിക്കാൻ നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ മഞ്ഞക്കടമ്പ മനസ്സിലായി ഇവന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. മഞ്ഞക്കടമ്പം വേറെ അവിടെ നിന്ന് തിരിച്ച് നേരെ കോട്ടയത്തേക്ക് വന്നു. അതാണ് മഞ്ഞക്കടമ്പൻ അവിടെ നിന്ന് ഏതായാലും മത്സരിക്കുന്നില്ല, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല, അവിടെ തിരിച്ചു പോരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നു. അവസാനം നോമിനേഷൻ കൊടുത്തു. തൃണമൂല് ദീദി പറഞ്ഞു മത്സരിക്കാൻ. ദീദി പറഞ്ഞു ഹൗ മെനി കാൻഡിഡേറ്റ്സ്, ഹൗ മെനി MPs യു വാണ്ട്, യു ടേക്ക് ആൻഡ് ഗോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇവിടെ ക്യൂ നിൽക്കും, വരും. ഓക്കെ ശരി, ദീദി പറഞ്ഞല്ലേ, എന്നാ മത്സരിക്കാം. പോയി ഇത് കൊടുത്തു, പത്രിക കൊടുത്തു. പത്രികയിൽ എന്തോ ഒപ്പിടേണ്ട അടുത്ത് ഒപ്പിട്ടില്ല എന്നോ, അല്ലെങ്കിൽ അല്ല ഇവരുടെ ലെറ്റർ വേണം, ഏത് തൃണമൂൽ കോൺഗ്രസിന്റെ ലെറ്റർ വേണം, ആ ലെറ്റർ വെച്ചില്ല എന്നും പറഞ്ഞിട്ട് അത് ഇതായി. പക്ഷേ അൻവർ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ അവിടെ കളിച്ച കളിയാണത്. അല്ലെങ്കിൽ അൻവറിന് അറിയില്ലേ ഈ പത്രിക കൊടുക്കുമ്പോൾ ഇതും കൂടെ 2 തവണ MLA അറിയില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഇതിന്റെ ഏറ്റവും വലിയ രസം നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞയാള് ഈ നോമിനേഷന്റെ കൂടെ നമ്മൾ ആസ്തി വെളിപ്പെടുത്തണമല്ലോ. ആ ആസ്തി വെളിപ്പെടുത്തിയപ്പോഴാണ് കോടിക്കണക്കിന് രൂപ സ്വത്ത് ഉള്ള ആളാണ്. ആസ്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൈ കാശില്ലെന്നേ. അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനെ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പിന്റെ അവസാനം PV അൻവർ പിടിക്കുന്ന വോട്ട് നിർണായകമാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും
ഇത് PV അൻവറിന്റെ രാഷ്ട്രീയം അവസാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തോൽക്കുമെന്ന് ഉറപ്പാണ്. ഇനിയിപ്പോൾ PC ജോർജ് ഇപ്പോൾ അപ്രസക്തനായി, എന്തെങ്കിലും ഒരു വർഗീയ പ്രസംഗം നടത്തുമ്പോൾ മാത്രമാണ് PC ജോർജ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അൻവറിന് ഏതാണ്ട് അതേ അവസ്ഥയാണ്. അൻവറിന് പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, നേരെ ആഫ്രിക്കയിൽ പോയിട്ട് അവിടെ കൂടാം, ജപ്പാനിൽ നിന്ന് മഴ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം. അതെ തീർച്ചയായിട്ടും.